ഹായ് ഗായ്സ്, പത്തരമാറ്റ് സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ നമ്മുടെ മുത്തശ്ശന് ഏകദേശം ഒരു ധാരണയ്ക്ക് ആയിട്ടുണ്ട് നാഗേന്ദ്രൻ തന്നെയാണ് ശത്രു എന്നുള്ള കാര്യം. ഇനിയിപ്പോൾ തെളിവോടുകൂടി നാഗേന്ദ്രൻ എവിടെയാണോ മറഞ്ഞിരിക്കുന്നത് അവിടെ നിന്ന് കണ്ടെത്തുക എന്നുള്ളതാണ് മുത്തശ്ശൻ്റെയും ഒക്കെ ലക്ഷ്യം. അങ്ങനെ ഇരിക്കും നമ്മുടെ നവ്യയ്ക്കും പല വിശേഷങ്ങളും നവ്യ അറിയാണ് കേട്ടോ. അനഘയെ വീണ്ടും കൊല്ലാനായിട്ട് നാഗേന്ദ്രനും ഡേവിഡും ഒക്കെ ശ്രമിക്കുന്നുണ്ട് അബിക്ക് വേണ്ടിയിട്ട്. ആ വിവരം നമ്മുടെ നവ്യ അറിയുകയാണ്. അങ്ങനെ നവ്യ ഒരു കാര്യം തീരുമാനിക്കുകയാണ്, മുത്തശ്ശനോട് എല്ലാം തുറന്നു പറയാം എന്നുള്ള കാര്യം. അങ്ങനെ നാഗേന്ദ്രൻ എവിടെയാണ് ഉള്ളത് എന്നുള്ള കാര്യം മുത്തശ്ശനെ അറിയിക്കുന്നത് നമ്മുടെ നവ്യ തന്നെയാണ്. അതനുസരിച്ച് മുത്തശ്ശനും അതുപോലെ തന്നെ ആദർശും കൂടി നാഗേന്ദ്രനും അബിയും ഡേവിഡും അവന്തികയൊക്കെയുള്ള ആ ഒരു ഹോട്ടൽ റൂമിലേക്ക് ചെല്ലുകയാണ് കേട്ടോ. അപ്പോൾ ഒത്തിരി എതിർക്കാനും മുത്തശ്ശനെ കൊല്ലാനും ഒക്കെ വരെ തോക്കു ചൂണ്ടുന്നുണ്ട് നമ്മുടെ നാഗേന്ദ്രൻ. മുത്തശ്ശനും ഒട്ടും വിട്ടുകെടുക്കുന്നില്ല. ആദർശ നാഗേന്ദ്രനെ കീഴ്പ്പെടുത്തുകയും മുത്തശ്ശൻ തോക്കു ചൂണ്ടി നാഗേന്ദ്രനെ വരച്ച വരയിൽ നിർത്തുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ആ ഒരു വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നവ്യ ചിന്തിക്കുകയാണ് കേട്ടോ, എന്തായാലും അവൻ എങ്ങനെ എന്നെ ചതിക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. എന്തായാലും പിന്നെയും കുഞ്ഞായി കഴിഞ്ഞപ്പോഴും അവൻ ചതിക്കില്ല എന്ന് ഞാൻ വിചാരിച്ചത് അതെൻ്റെ തെറ്റായിപ്പോയി എന്നൊക്കെ. ആ സമയത്ത് നമ്മുടെ ചന്തുമോൾ അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ ചന്തുമോളിപ്പം നവ്യയുടെ കുഞ്ഞിൻ്റെ അടുത്ത് വന്ന് കളിക്കാനൊക്കെ വരുന്നുണ്ട്. നവ്യയോട് ഇഷ്ടമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ചന്തുമോൾ അങ്ങോട്ട് കയറി വന്ന് കുഞ്ഞിൻ്റെ അടുത്തിരിക്കുകയാണ്, അനന്തപത്മനാഭൻ്റെ അടുത്തിരുന്ന് കളിക്കുകയാണ്. അപ്പോൾ നവ്യ ചന്തുമോളെ തന്നെ ഇങ്ങനെ നോക്കിയിരുന്നിട്ട് മനസ്സിൽ വിചാരിക്കുകയാണ്, പാവം കുഞ്ഞ്, അതിൻ്റെ അമ്മയും കഷ്ടമുണ്ട്. അബി എന്ന് പറയുന്ന ഈ ക്രൂരൻ ഈ ഇത്രയധികം ക്രൂരത ചെയ്തല്ലോ ആ അനഘയോടും. അതിപ്പോൾ ഒരു ജീവസ്റ്റവുമായിട്ട് അവിടെ കിടക്കുകയാണ്. ഈ കുഞ്ഞാണെങ്കിൽ അമ്മയുടെയും അച്ഛൻ്റെയും സ്നേഹമൊക്കെ അനുഭവിച്ച് വളരേണ്ട കുഞ്ഞ് ഇങ്ങനെ അനാഥ കുഞ്ഞിനെ പോലെ ഇവിടെ. ആദർശും നയനിയൊക്കെ ചെയ്തത് ഏറ്റവും വലിയ കാര്യം തന്നെയാണ്, ചന്തുമോളെ സ്വന്തം കുഞ്ഞായിട്ട് ഏറ്റെടുത്തത്. പക്ഷേ ആദർശേട്ടനും നയനയും ഇവിടുന്ന് പോയപ്പോൾ പിന്നെ ചന്തുമോൾ ആകെപ്പാടെ ഒറ്റപ്പെട്ട അവസ്ഥയിലാണ് എന്നൊക്കെ നവ്യ വിചാരിക്കുകയാണ്. എന്നിട്ട് ആ കുഞ്ഞിനെ അടുത്തേക്ക് വിളിച്ചിരുത്തി അതിനോട് സംസാരിക്കുകയും കളിക്കുകയും ചിരിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നവ്യ. പഴയ ദേഷ്യമൊന്നും നവ്യയ്ക്ക് ചന്തുമോളോടും ഇല്ല, ചന്തുമോൾക്ക് നവ്യയോടും ഇല്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അബി കയറി റൂമിലേക്ക് വരുന്നത്. അബി റൂമിലേക്ക് കയറി വരുന്ന സമയത്ത് തന്നെ കാണുന്നത് നവ്യയും ചന്തുമോളും അനന്തപത്മനാഭനും കൂടി കളിക്കുന്ന കേട്ടോ. അപ്പോഴേക്കും അബിക്ക് ദേഷ്യം വരിക തന്നെയല്ല, അബി ഞെട്ടിപ്പോകും കൂടെയാണ്. അബി അവിടെ സ്തംഭിച്ച് നിന്ന പോലെ നിൽക്കുക. പെട്ടെന്ന് നവ്യ ചോദിക്കുന്നുണ്ട്, എന്താ അബി, നീ എന്താ വന്നിട്ട് അവിടെ ഇങ്ങനെ നോക്കി നിൽക്കുന്നത്, എന്താ എന്ന് ചോദിക്കുമ്പോൾ അബി പറയാം, ഒന്നുമില്ല, നീ എന്തിനാ ഈ പെണ്ണിനെ ഈ നമ്മുടെ മുറിയിലേക്ക് കയറ്റിയത്, നമ്മുടെ കുഞ്ഞിൻ്റെ കൂടെ കളിക്കാൻ ഇതിനെ എന്തിനാ അനുവദിച്ചത്? അപ്പം നവ്യ ചോദിക്കുക, എന്തിനാ, അതൊരു കൊച്ചുകുട്ടിയല്ലേ, അതിനോട് നമ്മളിനിയും വാശിയും വൈരാഗ്യം ഒന്നും വച്ചിട്ട് കാര്യമില്ലല്ലോ അബി. അത് ആദർശിൻ്റെ കുഞ്ഞാണ്. പക്ഷേ ഇപ്പം ആദർശം നയനിയും അതിനെ ഇവിടെ ഉപേക്ഷിച്ചിട്ട് അങ്ങോട്ട് പോവുക വരെ ചെയ്തു. അങ്ങനെയുള്ള ഈ സാഹചര്യത്തിൽ ആ കൊച്ച് നമ്മുടെ കുഞ്ഞിൻ്റെ കൂടെ കളിക്കുന്നതിൽ എന്താ തെറ്റ്? അപ്പോൾ അബി പറയാ, പറ്റില്ല, എവിടെയോ കിടന്ന ആർക്കോ വേണ്ടാതെ ഉണ്ടായ കുഞ്ഞ്, എത്ര നല്ല സ്വഭാവമൊന്നും ആയിരിക്കില്ല ഈ പെണ്ണിൻ്റെ അമ്മയ്ക്ക്, അതുപോലെ ദേ ആദർശിനും. അങ്ങനെയുള്ള ഒരുത്തിയുടെ കുഞ്ഞ് നമ്മുടെ കുഞ്ഞിൻ്റെ കൂടെ വളരാനോ അതൊന്നും പറ്റില്ല. നീ ഇത് അനുവദിക്കരുത്. നീ ഇതിനു മുമ്പ് ഇതിന് സമ്മതിക്കാറില്ലല്ലോ, ഇപ്പം എന്തിനാ ഇവിടെ നമ്മുടെ മുറിയിൽ കയറ്റിയത്? ഇറക്കി വിടതിനെ, എന്തോ ഒരു നാശം പിടിച്ച കൊച്ച. അപ്പം നവ്യയ്ക്ക് മനസ്സിൽ നല്ല ദേഷ്യം വരികയാണ് കേട്ടോ. നവ്യ മനസ്സിലാചോദിക്കുക, എടാ ദുഷ്ട, നിന്റെ സ്വന്തം ചോരയിൽ പിറന്ന കുഞ്ഞാ, അത് നിനക്കും അറിയാം. എന്നിട്ട് ഇവിടെ ഈ നാടകം കളിക്കുന്നു. ആ കൊച്ചിനെ എന്തെല്ലാം മോശമായ വാക്കുകളാണ് ഇവൻ പറയുന്നത്. പെട്ടെന്ന് അബി ദേഷ്യപ്പെടുന്നൊക്കെ കേട്ടോണ്ട് ചന്തുമോള് പേടിച്ച് അവിടെ നിന്ന് എണീറ്റ് പോവാ. അപ്പം നവ്യ പറയുന്നുണ്ട്, ചന്തുമോളെ നിൽക്കവിടെ, പോകണ്ട മോളെന്ന് പറയാം. ഇല്ല, ഞാൻ പോവാ എന്ന് പറഞ്ഞ് ചന്തുമോള് മുറിയിൽ നിന്ന് ഇറങ്ങി അങ്ങ് പോവാ. അപ്പോൾ അബി അവിടെ കിടന്ന് താണ്ടവാടുകയാണ് നവ്യയുടെ നേരെ. എന്തിനാണ് അതിനെ ഈ മുറിയിലേക്ക് കയറ്റിയത്? ഈ വീട്ടിൽ തന്നെ ഇതിനെ താമസിപ്പിക്കരുതെന്ന് പറഞ്ഞതാ. പക്ഷേ മുത്തശ്ശനും മറ്റുള്ളവർക്കും ആദർശിനോടുള്ള ആരാധന കൊണ്ട് ആ കൊച്ചിനെ കൂടി ഇവിടെ, ഇനി അവളെ ആ തളർന്നു കിടക്കുന്ന അനഘ എന്ന് പറഞ്ഞവളെ കൂടി ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വരുമെന്ന് ആർക്കറിയാം? അല്ല, കൊണ്ടുവരട്ടെ, നിന്റെ അനിയത്തിയും അതിന് സപ്പോർട്ടല്ലേ, അതുകൊണ്ടല്ലേ ഇതൊക്കെ സംഭവിക്കുന്നത്. അന്നേ ഈ കൊച്ചിനെ ഏതെങ്കിലും തെരുവിലോട്ട് ഇറക്കി വിടേണ്ടതായിരുന്നു. വല്ലൊരു എടുത്തോണ്ട് പോവോ, വഴി കിടന്ന് ചാകുവോ, എന്ത് ചെയ്താലും നമുക്ക് ചെയ്തയില്ലായിരുന്നു. ഇതിപ്പം അനന്തപുരിയെ കൊണ്ട് നിർത്തിയിരിക്കുക, നമ്മുടെ കുഞ്ഞിൻ്റെ അവകാശങ്ങളും കൂടെ ആവാഹിക്കാൻ. അതുമാത്രമല്ല, അനന്തപുരിയിലെ ഒരു സ്വത്തിൻ്റെ ഒരു അവകാശം കൂടിയാകാൻ എന്നൊക്കെ പറഞ്ഞ് അബി അങ്ങ് ദേഷ്യപ്പെടുവാണേ. അപ്പം നവ്യയ്ക്ക് നല്ല ദേഷ്യം വരെ, ഇവനെ ഇപ്പോൾ ഒരു കത്തി കിട്ടിയ കൊല്ലാന്നുള്ള ഒരു രീതിയിൽ നിൽക്കുകയാണ് കേട്ടോ. പെട്ടെന്ന് നവ്യ പറയാ, അബി
നീ എന്തൊക്കെയാ പറയുന്നത്? അങ്ങനെയൊക്കെ പറയാതെ, അതൊരു കൊച്ചുകുട്ടിയല്ലേ. അങ്ങനെ അനന്തപുരിയിലെ അവകാശിയാക്കാനാണെങ്കിൽ നീ ഒന്ന് ആലോചിച്ചാൽ മതി. നിന്റെ അമ്മ എങ്ങനെയാണ് അനന്തപുരിയിലെത്തിയത്? ഒരു അനാഥക്കുട്ടിയല്ലായിരുന്നോ നിന്റെ അമ്മയും? ഇവിടെ മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ എടുത്തു വളർത്തി ഇവിടുത്തെ സ്വത്തുക്കളുടെയും എല്ലാം ഒരു അവകാശം നിന്റെ അമ്മയ്ക്കും കൊടുത്തതുകൊണ്ടല്ലേ നീയും നിന്റെ അനിയത്തിയൊക്കെ ഇവിടെ സുഖമായിട്ട് ജീവിച്ചത്? എന്നിട്ടിപ്പം അങ്ങനെയൊന്നും പറയാതെ അഭിയെന്ന് പറയാം. ഓഹോ, നിനക്കിപ്പോൾ അവളോട് സ്നേഹമായി തുടങ്ങി, ആ കൊച്ചിനോടല്ലേ? ഇനിയിപ്പം നീ പറയായിരിക്കും നിന്റെ കുഞ്ഞാണെന്ന് പറഞ്ഞ് അതിനെ ഇവിടെ വളർത്തണമെന്ന്. ഞാൻ കാണിച്ചു തരാം. എന്തായാലും ആ കൊച്ച് ഇവിടെ അധിക കാലം വാഴാനൊന്നും പോകുന്നില്ല. അതിനെ ഞാൻ ഇവിടുന്ന് അടിച്ചിറക്കി വിടും എന്ന് പറഞ്ഞ് അഭി പോവാം. പോയി കഴിയുമ്പോൾ നവ്യ മനസ്സിലിങ്ങനെ ഓർക്കാണ്, എടാ നീ എൻ്റെ മുന്നിൽ കിടന്ന് ഈ അഭിനയിക്കുന്നുണ്ടല്ലോ, ഇപ്പോൾ യഥാർത്ഥ സത്യങ്ങൾ അറിയാനാണ് ആരാണ് ഇതിൻ്റെയൊക്കെ പിന്നിലെന്നും അനന്തപുരിയെ മൂർത്തീസ് ജ്വല്ലറിയും തകർക്കാൻ ശ്രമിക്കുന്ന AN ജ്വല്ലറിക്ക് പിറകിലുള്ള ആ ആള് അയാൾ ആരാണെന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാനിപ്പോൾ ഇതൊക്കെ സഹിച്ചിവിടെ നിൽക്കുന്നത്. ഇല്ലെങ്കിൽ നീ എൻ്റെ മുമ്പിൽ ജീവനോടെ നിൽക്കില്ലായിരുന്നടാ എന്നിങ്ങനെ നവ്യ മനസ്സിലാലോചിക്കുക. അതേസമയം അഭിക്ക് അങ്ങ് ടെൻഷൻ ആവുകയാണേ. അഭി ഇങ്ങനെ മനസ്സിലാലോചിക്കുന്നുണ്ട്, എന്താ ഇത് നവ്യയ്ക്ക് അവളോട് നല്ല ദേഷ്യമായിരുന്നു ആ കൊച്ചിനോട്. ഇനിയിപ്പോൾ ചന്തുമോളെ ഇങ്ങോട്ട് വലിച്ച് കയറ്റുമോ? അത് തന്നെയല്ല, ഇവളെങ്ങാനും ആ സത്യം അറിയുമോ? ഇതുവരെ അനഘയ്ക്ക് ഒരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല. അവൾക്ക് ചെറിയ മാറ്റവും ആരോഗ്യ പുരോഗതിയും ഒക്കെ ഉണ്ടെന്ന് അറിയാൻ പറ്റിയത്. അങ്ങനെയാണെങ്കിൽ അവളെങ്ങാനും ചന്തുമോൾ എൻ്റെ കുട്ടിയാണെന്ന് അറിയിച്ചിട്ടുണ്ടെങ്കിൽ ഇവളെ എന്നെ വെച്ചേക്കല്ല. ഇപ്പം തന്നെ ആ കൊച്ചിനോട് അവൾക്ക് സിമ്പതി വന്നു, ഇനി അനഘയോടും അവൾക്ക് സിമ്പതി വരും. അത് വരാൻ പാടില്ല. അതിനു മുമ്പ് അനഘ എന്ന് പറയുന്ന അധ്യായം ആദ്യം ഇല്ലാതാക്കണം. പിന്നെ ചന്തുമോളെ അതിനെ ഇല്ലാതാക്കണം. പിന്നെ എനിക്കൊന്നും പേടിക്കാനില്ല. ആരുടെയും മുമ്പിൽ തലകുനിക്കേണ്ടി വരികയില്ല. നവ്യയെ ഒഴിവാക്കേണ്ട സമയത്ത് അത് ഞാൻ ചെയ്യും. ഇല്ലെങ്കിൽ എൻ്റെ അച്ഛൻ അത് ചെയ്തിരിക്കും. AN ജ്വല്ലറിയുടെ MD ആണ് എൻ്റെ അച്ഛൻ. കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയുണ്ട്. അത് ഞാൻ മറക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് കുറച്ചൊക്കെ അങ്ങ് അഹങ്കരിക്കുകയാണ് കേട്ടോ അഭി. അങ്ങനെ അഭിയുടെ മനസ്സിൽ ഇത് കിടക്കുകയാണല്ലോ. അങ്ങനെ ഇരിക്കുമ്പം എങ്ങനെയെങ്കിലും അനഘയെ ഒന്ന് ഒഴിവാക്കി കിട്ടണം എന്നുള്ളൊരു ചിന്തയിൽ ആണ്. അങ്ങനെ നമ്മുടെ നാഗേന്ദ്രയും അവന്തികയും അഭിയും ഒക്കെ കൂടി സംസാരിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ വേണ്ടിയിട്ട് ഹോട്ടൽ റൂമിലേക്കാണ് കേട്ടോ പോകുന്നത്. കാരണം സ്വർണ്ണമൊക്കെ പിടിച്ചെടുക്കുകയും ഒക്കെ ചെയ്തല്ലോ, അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കേണ്ടതുണ്ട്. അങ്ങനെ അവിടെ ചെല്ലുമ്പോൾ തന്നെ അവന്തിക പതിവ് പല്ലവി തന്നെ പറയാണ് കേട്ടോ, അനിയുടെ കാര്യം തന്നെ പറയാണ്. അനിയേട്ടന് എന്നോടൊരു താല്പര്യമില്ല. കഴിഞ്ഞ ദിവസവും ആ നന്ദുവായിട്ടല്ലേ കറങ്ങാൻ പോയത്, അച്ഛൻ അറിഞ്ഞതല്ലേ എന്ന് ചോദിക്കുക. അപ്പം നാഗേന്ദ്ര പറയുന്നുണ്ട്, അതെടി അറിഞ്ഞത് മാത്രമല്ല, ഞാൻ ചെയ്തത് എന്താണെന്ന് നിങ്ങൾക്ക് രണ്ടുപേർക്കും നല്ല ബോധ്യമുണ്ടല്ലോ. എന്നിട്ടും അവൾക്ക് ആയുസിന് ബലം ഉണ്ടായിരുന്നു. കറക്റ്റ് സമയത്ത് ഈ വിവരങ്ങളൊക്കെ ആദർശിനെ ആരറിയിക്കുന്നെന്ന് അറിയില്ല. അവളെ അവിടെ വന്ന് അവൻ രക്ഷിച്ചുകൊണ്ട് പോയി. ഇല്ലെങ്കിൽ ഇന്ന് അവൾ ഈ ഭൂമുഖത്തുണ്ടാവില്ലായിരുന്നു ആർക്കും ഒരു ബാധ്യതയായിട്ട്. ഈ നാഗേന്ദ്രയുടെ മനസ്സിലെ പക അതെന്താണെന്ന് നിങ്ങൾക്കറിയില്ല എന്ന് പറയാം. അപ്പം അഭി പറയാ, അതൊക്കെ അറിയാച്ചാ, അതുകൊണ്ടാണല്ലോ അച്ഛനിപ്പം അനന്തപുരിക്കാരോട് ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത്രയും വർഷമായിട്ടും അടങ്ങാത്ത പകയുമായിട്ട് അച്ഛൻ തിരിച്ചു വന്നത്. അതേടാ, അങ്ങനെ തന്നെ ഈ നാഗേന്ദ്ര. ആ നന്ദു എന്ന് പറയുന്നവള് നമ്മൾക്ക് ചില്ലറ നഷ്ടമൊന്നുമല്ല ഉണ്ടാക്കി വെച്ചത്. കോടിക്കണക്കിന് രൂപയുടെ സ്വർണ്ണമാണ് അവൾ ട്രേഡ് ചെയ്ത് പിടിച്ചത്. മാത്രവുമല്ല, എന്നെ വെല്ലുവിളിക്കുന്നതിന് തുല്യമാണ് ഡേവിഡിനെ വെല്ലുവിളിച്ചത്. ഡേവിഡിനെ വെല്ലുവിളിച്ച് അകത്ത് പിടിച്ചിട്ട് ഇടിക്കാമെങ്കിൽ അവളോടുള്ള എൻ്റെ ശത്രുത എത്രയായിരിക്കും എന്ന് നിങ്ങൾക്ക് ആലോചിക്കാമല്ലോ എന്ന് പറയാം. അപ്പോൾ ഉടനെ അവന്തിക പറയാം, അതുമാത്രമല്ലല്ലോ അച്ഛാ അവൾ ചെയ്തു കൂട്ടുന്നത്. അനിയേട്ടൻ്റെ മനസ്സിൽ മുഴുവൻ അവളാണ്. അന്നും അനിയേട്ടൻ അവളെ കാണാൻ പോയതാ. രണ്ടുപേരും കൂടെ കറങ്ങി നടന്നതിന് ശേഷം തിരിച്ചു പോന്നപ്പോഴാണ് അച്ഛാ നിങ്ങൾ അവളെ തട്ടിക്കൊണ്ട് പോയതെന്ന് പറയാണ്. എനിക്കറിയാം, എൻ്റെ ആൾക്കാർ എപ്പോഴും അവൻ്റെ പുറകെ തന്നെയുണ്ട്. എൻ്റെ മോളുടെ മനസ്സ് വിഷമിപ്പിക്കാൻ ഞാൻ ഒരുത്തരെ അനുവദിക്കുകയല്ലെന്ന് അറിയാമല്ലോ എന്ന് പറയുമ്പം അവന്തിക പറയാം, എന്നിട്ടെന്താ അനിയേട്ടൻ അവളുടെ കൂടെ പോകുന്നില്ലേ? ഇപ്പോഴും അവൾക്ക് സംഭവിച്ചത് എന്താണെന്ന് അനിയേട്ടൻ ശരിക്കും അറിഞ്ഞിട്ടൊന്നുമില്ല. ആദർശേട്ടൻ ആ വിവരം ആരോടും അങ്ങനെ പറഞ്ഞിട്ടുമില്ല. എന്തൊക്കെയോ ചില സംഭവങ്ങൾ ഉണ്ടായെന്നല്ലാതെ ആരാണ്ട് തട്ടിക്കൊണ്ട് പോയെന്നും അവളെ കൊല്ലാൻ ശ്രമിച്ചു എന്നുള്ള വിവരമൊന്നും അറിഞ്ഞിട്ടില്ല. അനിയും അറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് അനിയേട്ടൻ ഇപ്പോഴും അവളെ സ്മരിച്ചുകൊണ്ട് തന്നെ ഇരിക്കുക എന്ന് പറയാണ്. അപ്പോൾ പറയാ, അറിയണ്ട, ആരും അറിയണ്ട, ആദർശ് എല്ലാം മറയ്ക്കുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെയൊക്കെ പിന്നിൽ വന്ന ഒരു ചോദ്യചിഹ്നമുണ്ട്. ഈ കറക്റ്റ് സമയത്ത് നമ്മൾ ഈ പ്ലാൻ ഓപ്പറേറ്റ് ചെയ്തപ്പോൾ തന്നെ ആദർശിനെ ഈ വിവരം അറിയിച്ചത് ആരായിരിക്കും? ഒരു പക്ഷേ നമ്മുടെ കൂട്ടത്തിലുള്ള ആരെങ്കിലും തന്നെ ആയിരിക്കുമോ എന്ന് ചോദിക്കുക. അപ്പോൾ ഉടനെ തന്നെ അഭി പറയാ, അച്ഛൻ ആരെയാ സംശയം? എന്നെയും ഇവളെയൊക്കെ അച്ഛന് സംശയമുണ്ടോ എന്ന് ചോദിക്കുക. അപ്പോൾ നാഗേന്ദ്ര പറയും, പോടാ, നിന്നെ ഇവളെയൊന്നും എനിക്കൊരു സംശയമില്ല. അതല്ല, മറ്റാരോ നമ്മുടെ കൂടെ നിന്ന് ചതിക്കുന്നുണ്ടോ എന്നൊരു സംശയം. അങ്ങനെ ആരെങ്കിലും ഒരു ചതി ചെയ്താൽ അയാൾ പിന്നെ ജീവനോടെ ഇരിക്കില്ല എന്ന് പറയാം.
അപ്പോൾ അബി പറയുന്നുണ്ട്, ശരിയാ, അങ്ങനെ എന്തോ കേസുണ്ട് അച്ഛാ. പിന്നെ അച്ഛനോടൊരു പ്രധാനപ്പെട്ട കാര്യം പറയണമെന്ന് വിചാരിച്ച് ഞാൻ ഇരിക്കുകയാണ്. എന്താ? ആ നവ്യയുടെ കാര്യം. അവളെ ഒഴിവാക്കുന്ന കാര്യത്തെക്കുറിച്ച് അച്ഛൻ പറഞ്ഞില്ലേന്ന് ചോദിക്കുമ്പോൾ നാഗേന്ദ്ര പറയാ, എടാ ഒഴിവാക്കാടാ, എന്തായാലും അവളെ നമ്മൾ ഒഴിവാക്കും. ഇപ്പോൾ അവൾ നമ്മുടെ കൂടെ നിൽക്കുന്നത് തന്നെയാണ് നമുക്ക് ശക്തി. ഇല്ലെങ്കിലേ അവൾ ഭയങ്കര അപകടകാരി തന്നെയാണ്. നീ ഇപ്പോൾ അവളെ ഒഴിവാക്കിയാൽ പാമ്പിനെ കടിക്കാൻ വിടുന്നത് പോലെ തന്നെയായിരിക്കും എന്ന് പറയാണ്. അങ്ങനെ ഇപ്പം അവൾ തൽക്കാലം നമ്മുടെ കൂടെ നിൽക്കട്ടെ, അതിനുശേഷം അച്ഛൻ പറഞ്ഞൂല്ലോ നിനക്ക് ചേരുന്ന ഒരു പെണ്ണിനെ ഞാൻ നിന്നെ കൊണ്ട് വിവാഹം കഴിപ്പിക്കൂ അബി എന്ന് പറയാം. അന്നേരം അബി പറയാം, അച്ഛാ വേറൊരു തടസ്സം കൂടിയുണ്ട്, അനഘ. ആ ചന്തുമോളും അനഘയും ആ വിവരം അച്ഛൻ അറിയാമല്ലോ എന്ന് പറയണം. അറിയാടാ, ചന്തുമോളുടെയും അനഘയുടെയും കാര്യം എനിക്കറിയാം. അതിൻ്റെ നിൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുന്ന കാര്യം ഞാൻ ഏറ്റിരിക്കുകയാണെന്ന് പറയാം. അപ്പം അബി പറയാം, ഇപ്പം ചന്തുമോളോട് നവ്യയ്ക്ക് കുറച്ച് സ്നേഹം കൂടുന്നുണ്ട്, സ്നേഹവും ലാളനയും ഒക്കെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ പോയാൽ അത് ശരിയാവില്ല. ചന്തുമോളും അനഘ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്ന് പറയാം. അപ്പോൾ നാഗേന്ദ്ര പറയാ, അങ്ങനെ തന്നെ ഉണ്ടാവും. ഈ അച്ഛൻ ചില കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിട്ടുണ്ട് നിനക്ക് വേണ്ടിയിട്ട്, അത് നടപ്പിലാക്കുകയും ചെയ്യും എന്ന് പറയണം. അതിനൊക്കെ ശേഷം നമ്മുടെ ആദർശ് നയനിയും നന്ദുവും ഒക്കെ സംസാരിക്കുകയാണ്. അപ്പോൾ അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം ആദർശ് പറയുന്നുണ്ട് നന്ദുവിനോടും നയനയോടുമായിട്ട്, ആരായിരിക്കും നമ്മളെ സഹായിക്കുന്ന ആ വ്യക്തി എന്ന് അറിയാൻ പറ്റുമല്ലേ എന്ന് ചോദിക്കുക. അപ്പോൾ നയനയാണ് കേട്ടോ ചോദിക്കുന്നത്. അപ്പോൾ ആദർശ് പറയാണ്, തീർച്ചയായിട്ടും അറിയാം. അപ്പോൾ നന്ദുവിനോട് പറയാം, നന്ദു നീ ആ ഫോൺ എടുത്തോണ്ടല്ലേ പോകുന്നത്, അവിടുന്ന് ആ ഗുണ്ടയുടെ ഫോൺ നിന്നെ തട്ടിക്കൊണ്ട് പോയി. അതെ. അപ്പോൾ അതിൽ നിന്ന് ആരെയാണ് ആ ഗുണ്ട വിളിച്ചതെന്നുള്ള വിവരം അറിയാൻ പറ്റില്ല എന്ന് ചോദിക്കുകയാണ് നയന. അപ്പോൾ നന്ദു പറയാം, അതൊക്കെ പറ്റും ചേച്ചി, പക്ഷേ അയാൾ വിളിച്ചിരിക്കുന്ന നമ്പർ ഏത് ലൊക്കേഷനിലാണെന്നേ അറിയാൻ പറ്റുന്നുള്ളൂ, ആരെയാണ് ഏതാണെന്ന് അറിയില്ല. ഇതാ കിങ് കോബ്ര തന്നെയാണ് ആള് എന്ന് പറയാണ്. അപ്പം നയന വീണ്ടും ആദർശിനോട് ചോദിക്കുക, ആദർശേട്ടാ അപ്പം ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ആരായിരിക്കും ആദർശേട്ടനെ ഈ വിവരങ്ങളൊക്കെ അറിയിക്കുന്നത്? അതിനെക്കുറിച്ച് ഒന്ന് അന്വേഷിക്കാൻ മേലായിരുന്നോ? സേവിയറിനോട് പറഞ്ഞാൽ ആ നമ്പറിൻ്റെ ഡീറ്റെയിൽസൊക്കെ എടുത്ത് തരില്ലേന്ന് ചോദിക്കുക. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, തീർച്ചയായിട്ടും എടുത്തു തരും, ഞാൻ ആ നമ്പർ സേവിയറിൻ്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ട്, പക്ഷേ അതിലൊന്നും വലിയ പ്രയോജനം ഇല്ലയെന്ന് തോന്നിയത് കൊണ്ട് പിന്നെ ഞാനത് സേവിയറിനോട് ചോദിക്കാൻ വിട്ടുപോയി എന്ന് പറയാം. അപ്പം നന്ദു പറയാം, ആദർശേട്ടാ ആ ഡീറ്റെയിൽസ് എടുക്കണം, നമ്മളെ സഹായിക്കുന്ന നമ്മുടെ ശത്രുക്കളാണോ മിത്രമാണോ എന്ന് നമുക്കറിയണ്ടേ എന്ന് പറയാണ്. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, ശരിയാ, ഞാനത് കൊടുത്തിട്ടുണ്ട്, അടുത്ത ദിവസം തന്നെ ആ വിവരം നമുക്ക് അറിയാൻ പറ്റും എന്ന് പറയാണ്. അങ്ങനെ അത് സേവിയർ ആ ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഡീറ്റെയിൽസും അഡ്രസ്സും എല്ലാം ആദർശിന് അയച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ പെൺകുട്ടിയുടെ വിവരങ്ങളൊക്കെ അറിയാണ്. വിവരങ്ങൾ അറിയുമ്പം അത് കേൾക്കുമ്പം നമ്മുടെ നയന ചോദിക്കുന്നുണ്ട്, എന്താണ് ആ കുട്ടിയുടെ പേര്, എവിടെയാണ് അഡ്രസ്സ് എന്നൊക്കെ ചോദിക്കുമ്പം ആ ഡീറ്റെയിൽസ് ഫുള്ള് കിട്ടുകയാണ്. അപ്പോൾ ഉടനെ നയന പറയും, ഈ പേര് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ട്, നന്ദു നീ കേട്ടിട്ടില്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പം നന്ദു പറയുന്നുണ്ട്, ശരിയാ ഞാനും കേട്ടിട്ടുണ്ട്, അഡ്രസ്സും കേട്ടിട്ടുണ്ട്, നല്ല പരിചയമുള്ള ഒരാളാണല്ലോ, ആരായിരിക്കും അത് എന്നിങ്ങനെ മനസ്സിലാലോചിച്ചിട്ട് പെട്ടെന്ന് നയന പറയാം, നന്ദു അറിയില്ലേ, നവ്യേച്ചിയുടെ കൂട്ടുകാരിയാണ്, പണ്ട് നവ്യേച്ചിയുടെ കൂടെ പഠിച്ച ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഇല്ലായിരുന്നോ, ആ ബെസ്റ്റ് ഫ്രണ്ടല്ലേ ഇത് എന്ന് ചോദിക്കുക. അപ്പോൾ ഉടനെ നന്ദു പറയും, ശരിയാ അതെ. അപ്പം നവ്യേച്ചിയുമായിട്ട് ബന്ധമുള്ള ആരോ ആണ് ഈ വിവരങ്ങളൊക്കെ ആദർശേട്ടന് തരുന്നത് അല്ലേ എന്ന് നയനെ ചോദിക്കുന്നുണ്ടേ. അപ്പോൾ ആദർശ് പറയാം, നവ്യയുമായിട്ട് ബന്ധമുള്ള ആളോ, നവ്യ നമ്മളെ സഹായിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയുക. അപ്പോൾ നന്ദു പറയാം, ശരിയാ, നവ്യേച്ചി നമ്മളെ സഹായിക്കാനൊന്നും പോകുന്നില്ല, നവ്യേച്ചിക്ക് ഇപ്പം നമ്മളോടെല്ലാം ദേഷ്യമല്ലേ, നമ്മളെല്ലാം മരിച്ചു കിട്ടിയാൽ അത്രയും നല്ലതാണെന്ന് വെച്ചല്ലേ നവ്യേച്ചി ഇരിക്കുന്നത്. അപ്പം നയന പറയാം, അങ്ങനെയൊന്നും നമുക്ക് പറയാൻ പറ്റില്ല മോളെ, നവ്യേച്ചിയുടെ മനസ്സിൽ എന്താണെന്ന് നമുക്കറിയില്ലല്ലോ, നവ്യേച്ചി ഇനി എല്ലാ സത്യങ്ങളും അറിഞ്ഞെങ്കിലോ, അബിയുടെ കുഞ്ഞാണ് ചന്തുമോള് എന്നുള്ള വിവരം നവ്യേച്ചി അറിഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ നവ്യേച്ചി നമ്മളെ സഹായിച്ചുവിടുന്നുണ്ടോ എന്ന് പറയാണ്. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, അതിനൊരു സാധ്യതയുണ്ട്, പക്ഷേ അബിയുടെ കുഞ്ഞാണ് ചന്തുമോളെന്ന് അറിയുമ്പം നവ്യ ചുമ്മാതിരിക്കുമോ, അവിടെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുകയല്ലേ, പക്ഷേ ഇപ്പോഴും നവ്യയും അബിയും തമ്മിൽ ഒരു പ്രശ്നം അവിടെ ഇല്ലല്ലോ. അപ്പോൾ നയന പറയാം, ചിലപ്പോൾ അതൊക്കെ ഒരു അഭിനയമാണെങ്കിലോ, സത്യങ്ങളെല്ലാം അറിഞ്ഞ് പല പ്രാവശ്യമായിട്ട് ഇപ്പം ആദർശനോട് പല വിവരങ്ങളും തന്നിരിക്കുന്നത് നവ്യേച്ചി തന്നെയല്ലേ, അപ്പോൾ നവ്യേച്ചി ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടാവണം. എയും ജ്വല്ലറിയിൽ ജോലിക്കായിട്ട് നവ്യേച്ചി പോകുന്നുണ്ടെങ്കിലും അവിടുത്തെ കാര്യങ്ങൾ പലതും നമ്മളെ അറിയിക്കാൻ വേണ്ടിയിട്ടായിരിക്കും എന്ന് എനിക്കൊരു തോന്നൽ എന്ന് പറയാം. അപ്പോൾ നന്ദു പറയുന്നുണ്ട്, ശരിയാ, നവ്യേച്ചിയെ വിളിച്ച് നമുക്കിത് ചോദിച്ചാലോ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ കൂടെ നിൽക്കാൻ ഒരാൾ കൂടി ഉണ്ടാവില്ലേ ആദർശേട്ടാ, ഞാൻ വിളിച്ച് ചോദിക്കട്ടെ എന്ന് ചോദിക്കുക. അപ്പോൾ ആദർശ് പറയാം, വേണ്ട നന്ദു ഇപ്പോൾ വിളിക്കണ്ട, നവ്യ ഇപ്പോൾ വിളിക്കണ്ട, നവ്യ ഒരു നാടകം കളിക്കുകയാണെങ്കിൽ ആ നാടകം അങ്ങനെ തന്നെ അങ്ങ് കളിക്കട്ടെ, പക്ഷേ ക്ലൈമാക്സിലെത്തുമ്പം നമുക്കറിയാൻ പറ്റുമല്ലോ, ഇനിയും നമ്മയുടെ ഭാഗത്തുനിന്ന് പല സഹായങ്ങളും നമുക്ക് കിട്ടണമെങ്കിൽ ഇത് രഹസ്യമായിട്ട് തന്നെ ഇരിക്കണം,
ഇനി നവ്യ സത്യങ്ങൾ അറിഞ്ഞെന്നും നവ്യാണ് നമ്മളെ സഹായിക്കുന്നതെന്നും ഏതെങ്കിലും ഒരു വിധത്തിൽ ലീക്കായി കഴിഞ്ഞാൽ അഭി വെറുതെ ഇരിക്കുന്നു തോന്നുന്നുണ്ടോ? അത് നവ്യയുടെ ജീവന് തന്നെ ആപത്തായിരിക്കും. അതുകൊണ്ട് നമുക്ക് തൽക്കാലം ഇത് രഹസ്യമാക്കി തന്നെ വയ്ക്കാം. നവ്യൻ നമ്മളെ സഹായിക്കുകയാണെങ്കിൽ അത് സഹായിക്കട്ടെ, എല്ലാം അറിഞ്ഞെങ്കിൽ അത് ശുഭമായി വരട്ടെ എന്നൊക്കെ അവർ പറയാണ്. അങ്ങനെ നവ്യ ഈ വിവരങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ട് എന്ന് ഏകദേശം എല്ലാം മനസ്സിലാക്കുകയാണ് കേട്ടോ നമ്മുടെ ആദർശും നയനിയും നന്ദുവൊക്കെ. പക്ഷെ അവരാരും നവ്യയോട് ചോദിക്കാൻ കൂട്ടാക്കുന്നില്ല. നവ്യ അറിയുന്നുമില്ല കേട്ടോ ഇവരാണെന്ന്. നവ്യ തകർത്ത് അഭിനയിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നവ്യ ജ്വല്ലറിയിൽ നിൽക്കുമ്പോൾ ഡേവിഡും അബിയും കൂടെ സംസാരിക്കുന്നത് കേൾക്കുകയാണ് കേട്ടോ. ഡേവിഡ് അബിയോട് പറയാണ്, അബി സാറേ, എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട് കേട്ടോ. സാറ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. അനഘയുടെ കാര്യം സംസാരിച്ചില്ലേ, ആ അനഘയെ അങ്ങ് തീർത്ത് കളയാനാണ് സാറ് പറഞ്ഞിരിക്കുന്നത് എന്ന് പറയാണ്. അപ്പോൾ അബി പറയാ, താനത് ചെയ്യാൻ ആളെ ഏർപ്പാടാക്കിയോ? അങ്ങനെ തന്നെ വേണം, അങ്ങനെ തന്നെ ചെയ്യണം. അച്ഛൻ അതാണ് തീരുമാനിച്ചിരിക്കുന്നതെങ്കിൽ അത് തന്നെ നടക്കണം എന്ന് പറയാ. അപ്പം നവ്യ ഇത് കേൾക്കുക, അച്ഛനോ? ആരുടെ അച്ഛൻ? അബിയുടെ അച്ഛനോ? അപ്പം ജ്വല്ലറിക്ക് പിന്നിലുള്ളത് അബിയുടെ അച്ഛനായിരിക്കുമോ? അതായിരിക്കും ചിലപ്പം അയാൾക്ക് അനന്തപുരി തറവാടിനോടും മൂർത്തീസ് ജ്വല്ലറിയോടും ഒക്കെ ഇത്രയധികം ദേഷ്യവും വൈരാഗ്യവും ഒക്കെ വന്നത്. അപ്പോൾ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി എളുപ്പമായി. ഈ വിവരം എന്തായാലും ആദർശേട്ടനെയൊക്കെ അറിയിക്കണം. അല്ല, ആദർശേട്ടനെ അറിയിക്കുന്നതിന് മുമ്പ് ഈ വിവരം മുത്തശ്ശനെ അറിയിക്കണം. അനഘയെ കൊല്ലാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇവർ പ്ലാൻ ഇട്ടിരിക്കുന്നത്. ഇന്ന് തന്നെ ആ പദ്ധതി നടപ്പാക്കാൻ അവർ തീരുമാനിച്ചിട്ടുമുണ്ട്. അത് ഏത് വിധേനയും തടയണം. ഈ നാഗേന്ദ്ര എന്ന് പറയുന്ന അബിയുടെ അച്ഛൻ, അയാൾ വിളിച്ചത് വരണം, മുത്തശ്ശൻ്റെ മുന്നിൽ തന്നെ വരണം എന്ന് നവ്യ ഇങ്ങനെ വിചാരിക്കുന്നുണ്ട്. നവ്യ മനസ്സിൽ വിചാരിക്കുക, ക്ലൈമാക്സിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. എന്തായാലും അബി, നിന്റെ അവസാനമായടാ എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്. എന്നിട്ട് ഇവർ അനഘയെ കൊല്ലാൻ വേണ്ടി ആളെ ഏർപ്പാട് ചെയ്ത വിവരം മുത്തശ്ശനെ തന്നെ അറിയിക്കണമെന്ന് നവ്യ വിചാരിക്കുകയാണ്. അങ്ങനെ നവ്യ മുത്തശ്ശൻ്റെ അടുത്തേക്ക് ചെല്ലുക. മുത്തശ്ശ, എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ടെന്ന് പറയാണ്. മുത്തശ്ശി ചോദിക്കുന്നുണ്ടെന്ന്, എന്താ നവ്യേ, എന്താ നിനക്ക് സംസാരിക്കാനുള്ളത്? പറഞ്ഞോളൂ എന്ന് പറയുക. മുത്തശ്ശൻ കുറച്ച് മാറി നിൽക്കണം, എനിക്ക് ഒറ്റയ്ക്കാണ് മുത്തശ്ശനോട് സംസാരിക്കാനുള്ളതെന്ന് പറയുക. അപ്പം മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, അങ്ങനെ എന്താ മോളെ, എന്താന്ന് വെച്ചാൽ? അല്ല, മുത്തശ്ശനോട് സംസാരിക്കാനുണ്ട് എനിക്കെന്ന് പറയുക. അങ്ങനെ മുത്തശ്ശി റൂമിൽ നിന്ന് ഇറങ്ങി പോവാണ് കേട്ടോ. അങ്ങനെ മുത്തശ്ശനും നവ്യയും കൂടി സംസാരിക്കുകയാണ്. നവ്യ മുത്തശ്ശനോട് പറയുന്നുണ്ട്, മുത്തശ്ശ, എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട് മുത്തശ്ശനോട് എന്ന് പറയാം. എന്താണെന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, അത് ഞാൻ ഇത്രയും നാളും അഭിനയിക്കായിരുന്നു. നിങ്ങളെല്ലാവരും എന്നിൽ നിന്ന് കുറേ കാര്യങ്ങൾ മറച്ചു വെച്ചു. അബിയുടെ കുഞ്ഞാണ് ചന്തുമോളെന്ന് ഞാൻ അറിഞ്ഞു. പക്ഷേ ഞാൻ ഇത്രയും നാളും അഭിനയിക്കായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ആ വിവരം അറിയാൻ വന്നിട്ടും ആരും എന്നെ അറിയിച്ചില്ല. അതിലെനിക്ക് നല്ല വിഷമമുണ്ട്. അതുകൊണ്ട് ഞാൻ അഭിനയിക്കുകയായിരുന്നു. ജ്വല്ലറിയിലെ ജോലിക്ക് പോകുന്നുണ്ടെങ്കിലും അവിടെയാണ് നമ്മുടെ മൂർത്തീസ് ജ്വല്ലറിയുടെ ശത്രുക്കൾ ഇരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായിരുന്നു. അതാരാണ് എന്നും ഡേവിഡിന് പിറകിലുള്ളത് ആരാണെന്നും കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ അഭിനയിച്ചുകൊണ്ടിരുന്നത്. അബിയെ പൂട്ടുമ്പോൾ നല്ല മണിച്ചിത്രത്താഴിട്ട് തന്നെ പൂട്ടണമെന്ന് എനിക്കൊരു ആവശ്യമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത് എന്ന് പറയാണ്. മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്, നവ്യേ മോളെ, നീ എല്ലാ വിവരങ്ങളും അറിഞ്ഞോ? നിന്നോട് ഈ വിവരങ്ങളൊക്കെ ആരാണ് പറഞ്ഞതെന്ന് ചോദിക്കുക. അന്ന് എൻ്റെ അമ്മ പറഞ്ഞിട്ട് ഞാനത് വിശ്വസിച്ചില്ല മുത്തശ്ശ. പക്ഷേ ഞാനത് അറിഞ്ഞു, സത്യങ്ങളെല്ലാം അറിഞ്ഞു. ഒരു DNA ടെസ്റ്റ് നടത്തിയപ്പോഴേക്കും ചന്തുമോളുടെ അച്ഛൻ അബിയാണെന്നുള്ള വിവരം ഞാൻ അറിഞ്ഞു. എന്നിട്ട് ഞാൻ എല്ലാം മനസ്സിൽ കൊണ്ട് നടക്കായിരുന്നു. എന്നെ ചുറ്റും നിന്ന് ചതിക്കുന്നവരെ, അതുപോലെ ഈ അനന്തപുരി തറവാടിനെയും മൂർത്തീസ് ജ്വല്ലറിയെയും ചതിക്കുന്നവരെ, ഇതിൻ്റെയൊക്കെ പിന്നിലുള്ള യഥാർത്ഥ ശത്രുക്കളെ, ആദർശേട്ടനെ ഈ വഴിക്കാക്കിയവരെ എല്ലാം കണ്ടെത്തണമെന്ന് എൻ്റെ മനസ്സ് പറഞ്ഞു. അതിനുവേണ്ടി ഈ നാടകം ഞാൻ തുടർന്നു കൊണ്ട് പോകായിരുന്നു മുത്തശ്ശ എന്ന് പറയാണ്. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, എനിക്കും ചില കാര്യങ്ങളിലേക്ക് വസ്തുത അറിയാം മോളെ. പക്ഷേ ഞാനും ഇവിടെ ചെറിയ അഭിനയങ്ങളൊക്കെ കാഴ്ചവെക്കുകയെന്ന് പറയാം. മുത്തശ്ശ, ഇപ്പം ഞാനിത് പറഞ്ഞത് വേറൊന്നിനുമല്ല. ചന്തുമോളുടെയും അതുപോലെ ചന്തുമോളുടെ അമ്മ അനഘയുടെയും ജീവൻ ആപത്താണ്. അനഘയെ കൊല്ലാൻ വേണ്ടിയിട്ട് അവരാളുകളെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. മുത്തശ്ശൻ എന്തെങ്കിലും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അനഘയെ ഇന്ന് അവർ കൊല്ലും എന്ന് പറയാണ്. അപ്പോൾ ഉടനെ മുത്തശ്ശൻ പറയാണ്, മോളെ, ഈ പറഞ്ഞത് സത്യമാണ്. അതെ എന്ന് നവ്യ പറയുമ്പോൾ മുത്തശ്ശൻ പറയാം, മോൾ അതോർത്ത് വിഷമിക്കേ വേണ്ട. എൻ്റെ ആളുകൾ അനഘയുടെ ചുറ്റുമുണ്ട്. അവളുടെ ആയുസിന് ഒരു കുഴപ്പം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഞാൻ ഏർപ്പാട് ചെയ്ത ആളുകൾ, അവരവളെ സംരക്ഷിച്ചോളും. ഞാൻ അവരെ ഇന്ന് വിളിച്ചു പറഞ്ഞ് എല്ലാം ഏർപ്പാട് ചെയ്തോളാം എന്ന് പറയാണ്. അങ്ങനെ മുത്തശ്ശൻ്റെ ആളുകൾ അവിടെ ഉണ്ട് കേട്ടോ. എന്നാൽ ആ സമയത്ത് നാഗേന്ദ്രയുടെയും ഡേവിഡിൻ്റെയൊക്കെ ആളുകൾ അവിടെ കൊട്ടേഷനുമായിട്ട് കൊല്ലാൻ വേണ്ടി വരുന്ന സമയത്ത് മുത്തശ്ശൻ്റെ ആളുകൾ ചുറ്റും ഉള്ളത് കൊണ്ട് തന്നെ അനഘയെ ഒന്ന് തൊടാൻ പോലും അവർക്ക് സാധിക്കാതെ അവർ തിരിച്ചു പോവാണ്. ഒരു വിധത്തിലും നടക്കില്ല, ചുറ്റും ഗുണ്ടകളാണ്. അവർ വിളിച്ച് നാഗേന്ദ്രയെ അറിയിക്കുകയാണ്, ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല സാർ, ഇവിടെ മുഴുവൻ ആ അനന്തമൂർത്തിയുടെ ആളുകളാണ്. ആ വീടിൻ്റെ പരിസരത്ത് പോലും ചെല്ലാൻ ഞങ്ങൾക്ക് പറ്റില്ല. അതുകൊണ്ട് ഞങ്ങൾ തിരിച്ചു പോരുകയാണെന്ന് പറയാണ്.
അപ്പം നാഗേന്ദ്രയ്ക്ക് ദേഷ്യം വന്നിട്ട് നാഗേന്ദ്ര മേശയിലേക്ക് കൈയടിക്കുകയാണ്. നാശം പിടിക്കാൻ ആ അനന്തമൂർത്തി, അവൻ ഇപ്പോഴും എൻ്റെ മുന്നിൽ എല്ലാ തടസ്സങ്ങളുമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണല്ലോ എന്ന് പറയുക. അപ്പോൾ ഹോട്ടൽ റൂമിലാണ് അവന്തികയും അബിയും എല്ലാവരും ഉണ്ട് കേട്ടോ. ആ സമയത്ത് അബി ചോദിക്കുക, എന്താ വെച്ചാൽ പ്ലാൻ നടക്കില്ലേ, അവളെ കൊല്ലാൻ സാധിക്കില്ലേ? എങ്ങനെ കൊല്ലാനാണടാ? ആ കിളവൻ, ആ മൂർത്തി അവിടെ ആളുകളെ വിന്യസിച്ചിരിക്കുക. അങ്ങോട്ട് നമ്മുടെ ആളുകൾക്ക് അടുക്കാൻ പോലും പറ്റുന്നില്ല. എൻ്റെ എല്ലാ പ്ലാനുകളും അവൻ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഇവർ നിൽക്കുന്ന സമയത്ത് മുത്തശ്ശൻ നവ്യോട് പറയുന്നുണ്ട്, അവൻ എവിടെയാണ് ഉള്ളതെന്ന് നിനക്കറിയാവോ മോളെ എന്ന് ചോദിക്കുക. അപ്പോൾ ആദർശിനോട് വിളിച്ച് പറയാണ് മുത്തശ്ശൻ, എനിക്ക് ആ ഹോട്ടൽ റിസോർട്ട് അവിടം വരെ പോകണം, അവിടെ എനിക്കൊരാളെ കാണാനുണ്ട്, ആദർശേ നീയും എൻ്റെ കൂടെ വരണമെന്ന് പറയാണ്. അങ്ങനെ നവിയും ആദർശും മുത്തശ്ശനും ഒക്കെ ആയിട്ട് ആ ഹോട്ടൽ റൂമിലേക്ക് ചെല്ലുകയാണ്. അവിടെ എല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പോൾ മുത്തശ്ശൻ വാതിലിന് മുട്ടുവാണ്. അവന്തിക വന്നാണ് കേട്ടോ വാതിൽ തുറക്കുന്നത്. വാതിൽ തുറന്ന് ഞെട്ടിപ്പോവാണ് അവന്തിക. അവന്തിക വാതിൽ തുറക്കുന്ന മാത്രമേ മുത്തശ്ശൻ തട്ടി മാറ്റുകയാണ് അവന്തികയെ, മാറടി എന്ന് പറഞ്ഞ്. എന്നിട്ട് അകത്തേക്ക് കയറി ചെല്ലുമ്പോൾ ഇവരെല്ലാവരും അവിടെ ഉണ്ട്. ഉടനെ തന്നെ മുത്തശ്ശനെ കാണുമ്പോഴേ നാഗേന്ദ്ര തോക്കെടുത്ത് ചൂടുകയാണ് കേട്ടോ മുത്തശ്ശൻ്റെ നേരെ. അപ്പോൾ പെട്ടെന്ന് ആദർശ് ചാടി വീണ തോക്ക് തട്ടി തെറിപ്പിക്കുകയാണ്. നാഗേന്ദ്രയെ കീഴടക്കുകയാണ്. മുത്തശ്ശൻ തൻ്റെ കയ്യിലിരുന്ന തോക്ക് നാഗേന്ദ്രയ്ക്ക് നേരെ നീട്ടുകയാണ്. അപ്പോൾ ഇതെല്ലാം കണ്ട് പേടിച്ച് വരച്ച് നമ്മുടെ അബിയും അവന്തികയും എല്ലാം ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ്. നവ്യയും ആദർശിനെയും മുത്തശ്ശനെയും കണ്ടിട്ട് മുത്തശ്ശൻ നാഗേന്ദ്രയോട് ചോദിക്കുന്നുണ്ട്, എടാ നീ ആയിരുന്നല്ലേ ഇതിൻ്റെയൊക്കെ പിറകിൽ? നിന്നെ ഞാൻ നോക്കി വച്ചിരിക്കുകയായിരുന്നു കുറച്ച് ദിവസങ്ങളായിട്ട്. എനിക്ക് നിന്നെ നല്ല സംശയം ഉണ്ടായിരുന്നു. ഇനി നീ ജീവനോടെ പോകണമെന്ന് ഞാൻ തീരുമാനിക്കും എന്ന് മുത്തശ്ശൻ പറയുമ്പം പേടിച്ച് വിറച്ച് നിൽക്കുകയാണ് കേട്ടോ നാഗേന്ദ്ര തോക്കിൻ മുന്നിൽ. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലോ ഒന്ന് ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്